പാഠം 524 ചില രഹസ്യാന്വേഷണങ്ങൾ. ഹലോ, അതെ ഭാമയാ. വിഷ്ണു പറഞ്ഞു. എന്റെ നമ്പർ ഞാൻ ഫീഡ് ചെയ്തിട്ടില്ലേ? അതെന്ത് ചോദ്യ? ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. ഇന്ന് ഉച്ച കഴിഞ്ഞ ഓഫീസിൽ പോകുന്നുള്ളൂ. കേസില്ലാഞ്ഞിട്ടൊന്നുമല്ല. കേസൊക്കെ എനിക്ക് ഇഷ്ടംപടിയുണ്ട്. ഇന്ന് എനിക്ക് വീട്ടിൽ കുറെ ജോലി തീർക്കാനുണ്ട്. നീ വിളിക്കുന്ന എനിക്ക് എങ്ങനെ ശല്യാവും? 3 കൊല്ലം കൂടി നീ അമേരിക്കയിൽ നിന്ന് വന്നതല്ലേ? ഇനിയിപ്പോ ഏറിയ 1 മാസം കൂടി, അതിനകത്ത് തിരിച്ചു പോകാൻ വേണം. അതിനിടെ നീ എത്ര വിളിച്ചാലും എനിക്കൊരു ശല്യാവുകയില്ല. പറ, വേറെന്താ വിശേഷം? എനിക്കൊരു ചായ കിട്ടുന്ന പതിവ് ഉണ്ടായിരുന്നു, ഇന്നത് കിട്ടിയില്ല. മോഹനേട്ടാ, ഒരു 5 മിനിറ്റ്. എന്റെ കൂടെ ലോ കോളേജിൽ പഠിച്ച വിഷ്ണുവാ. അമേരിക്കയില. ലീവിന് വന്നിട്ട് 1.5 മാസമായിട്ടുള്ളൂ. അടുത്ത മാസം പോവുകയും ചെയ്യും. അതുകൊണ്ടാ, പ്ലീസ്. വിഷ്ണു, മോഹനേട്ടനായിരുന്നു. നീ എന്റെ മോഹനേട്ടൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. ആളൊരു ഭയങ്കര സംഭവമാണ്. നീ അടുത്ത പ്രാവശ്യം ലീവിന് വരുമ്പോഴേക്കും എന്റെ മോഹനേട്ടൻ ഒരു ജില്ലാ കളക്ടറായിട്ടുണ്ടാവും. ഒരു ദിവസം നീ ഇങ്ങോട്ട് വാ, മോഹനേട്ടനെ പരിചയപ്പെടുത്താം. ഒന്ന് പരിചയപ്പെട്ടിരിക്കേണ്ട കക്ഷിയ. നിന്റെ ജീവിതത്തില് അതൊരു അനുഭവമായിരിക്കും. നേരത്തെ പറഞ്ഞിട്ട് വരുവാണെങ്കിൽ ഞാൻ ലീവ് എടുക്കാം. ഉച്ചയോടെ കണക്കാക്കി വന്നാ മതി. ഊണ് കഴിഞ്ഞ് നമുക്കൊന്നിനോട് കൊച്ചു വർത്താനം പറഞ്ഞിരിക്കുമ്പോഴേക്കും മോഹനേട്ടൻ വരും. മോഹനേട്ടനെ പരിചയപ്പെട്ടിട്ട് നിനക്ക് പോവുകയും ചെയ്യാം. അയ്യോ, അന്ന് തന്നെ പോണോന്നില്ല. ഒരു ദിവസം ഇവിടെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പോയാ മതി. നിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റമില്ല. പഴയ തമാശ കുസൃതിയൊക്കെ അങ്ങനെ തന്നെ. സത്യം പറഞ്ഞ ഞാനൊരു നല്ല തമാശ കേട്ടിട്ട് വർഷം 4-5 പട്ടാളത്തിൽ ചേരുവെന്ന് എന്റെ ജാതകത്തിലുണ്ടായിരുന്നെന്ന് എനിക്ക് അറിഞ്ഞൂട്ടാ. പക്ഷെ കാര്യങ്ങളിപ്പോ ഏതാണ്ട് അതുപോലെ. ചായ ഞാൻ അടുക്കളയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മോഹൻ റാവത് എടുത്ത് കുടിച്ചൂടെ? നിനക്ക് തരാൻ പറ്റുമോ ഇല്ലേ? വിഷ്ണുയെ തിരിച്ചു വിളിക്കാമേ. പെട്ടെന്നൊരു ഗ്ലാസ് ചായ ഞാൻ തന്നെ എടുത്തു കൊടുത്തില്ലെങ്കിൽ എന്റെ വില്ലേജ് ഓഫീസർ തട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ശരി. ചായക്ക് അത്ര വലിയ അത്യാവശ്യമൊന്നുമില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഈ ഫോണിൽ സംസാരിച്ച് സാറിന് ഇഷ്ടപ്പെട്ടില്ല. മോഹനേട്ടനെ ഇങ്ങനെ വിളിക്കാൻ ആരുമില്ലല്ലോ, അതിന്റെ ആര് പറയാൻ? എനിക്ക് അറിഞ്ഞൂടെ? വാ, ചായ എടുത്തു തരാം. വാ. ഈശ്വരാ, ചായ തീർന്നല്ലോ പ്രശ്നം. ഇനി എനിക്ക് സമാധാനമായിട്ട് ഫോൺ ചെയ്യാലോ. വിഷ്ണു ഞാൻ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞിരുന്നു. ഇതിന് മാത്രം സംസാരിക്കാനിരിക്കുന്നു. അത് കൊള്ളാലോ. 4 വർഷം കൂടെ പഠിച്ച സുഹൃത്തിനെ കോളേജിൽ നിന്ന് പിരിഞ്ഞ ശേഷം കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ഒരാൾ വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിൽ നിന്ന് നാട്ടിൽ വരുമ്പോ ഫോണിൽ സംസാരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ കാണും മോനോട്ടാ. പക്ഷെ ആരോടായാലും ഒരു പരിധി കൂടുതൽ സംസാരിക്കുന്നത് നല്ലതല്ല. നീ എന്നെ കണ്ടുപിടിക്ക്. ഒഴിവാക്കാൻ വയ്യാത്ത അത്യാവശ്യ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഫോണിലൂടെ സംസാരിക്കുന്നത്. മോഹനേട്ടനെ പോലെ ആകാൻ എനിക്ക് പറ്റൂ. ഞാനൊരു സാധാരണക്കാരി ഒരു സ്ത്രീയാണ്. മോഹനേട്ടൻ അങ്ങനെയാണോ? വരും തലമുറ അത്ഭുതത്തോടെ കാണാൻ സാധ്യതയുള്ള ഒരു പ്രതിഭാസം. ഒരു കാര്യം പറയുമ്പോ അത് തമാശയാക്കുന്നത് നിന്റെ സ്ഥിരം സ്വഭാവമാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് കാര്യമാണ്. ഒരുപാട് സമയം ഫോണിൽ സംസാരിക്കുന്നത്, പ്രത്യേകിച്ച് മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നത് നല്ലതിനല്ല. മൊബൈൽ ഫോണിന്റെ തുടർച്ചയായ ഉപയോഗം ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റി കഴിഞ്ഞ ആഴ്ചത്തെ പത്രത്തിലും ഒരു ലേഖനം ഉണ്ടായിരുന്നു. ഒരു നിവൃത്തിയുമില്ലാത്ത അവസരങ്ങളിൽ മാത്രമേ മൊബൈൽ ഫോൺ ഉപയോഗിക്കാവൂ. മോഹനേട്ടൻ അങ്ങനെ ആയിക്കും. പക്ഷെ എനിക്കത് പറ്റില്ല. അല്ലെങ്കിൽ തന്നെ മോഹനേട്ടന്റെ രീതിക്കനുസരിച്ച് ജീവിക്കാൻ ആർക്കേലും പറ്റൂ. വണ്ടി കയറാതിരിക്കുക, ഒരു പഴഞ്ചൻ കാലംകൊടയുമായി നാട്ടിലൂടെ നെഞ്ചം വരിച്ചിങ്ങനെ നടക്കുക, വഴി കാണുന്നവരെ മുഴുവനും ഉപദേശിച്ച് ഗാന്ധിയന്മാരാക്കുക.
അങ്ങനെ സാധാരണക്കാരായ ആളുകൾക്ക് ഒരിക്കലും കഴിയാത്ത കാര്യങ്ങളാണല്ലോ എന്റെ മോഹനേട്ട ചെയ്തത്. അതുപോലെ ഈ കാലത്ത് മൊബൈൽ ഫോൺ ഇല്ലാതെ സുഖമായി ജീവിക്കാൻ കഴിയുന്ന ഏക മനുഷ്യജീവിയും മോഹനേട്ട സാറാണ്. അതങ്ങനെയൊക്കെ തന്നെ നടക്കട്ടെ. പക്ഷേ എനിക്ക് മൊബൈൽ ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. എന്റെ ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. എനിക്ക് സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കണം. എനിക്ക് ആരെങ്കിലും വിളിക്കണമെന്ന് വന്നിട്ടുണ്ടെങ്കിൽ വിളിക്കണ്ടേ? അതിനകത്ത് ഒരു വീട്ടുവീഴ്ച നടക്കില്ല സാറേ. മോഹനേട്ടന്റെ ലാൻഡ് ഫോൺ അടിക്കുന്നു. അതെടുത്ത് അത്യാവശ്യ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് കട്ടി. ഞാൻ വിഷ്ണുവിനൊന്നും കൂടി വിളിച്ച് കുറച്ച് കൊച്ചു വർത്താനോട് പറയട്ടെ. ഹലോ. നമസ്കാരം സാറേ, ഞാനാണ് ഉത്തമൻ. എന്താ ഉത്തമ? സാറേ, സുകുമാരന്റെ സ്ഥലം വിളക്കാൻ പോവാന്ന് സാറ് പറഞ്ഞിരുന്നേ. ഇന്ന് രാവിലെ സമയം ഉണ്ടാവോ സാറേ? ഉണ്ടാവും. ഞാൻ 9 മണി കഴിയുമ്പോ സുകുമാരന്റെ വീടിനടുത്തുണ്ടാവും. ഉത്തമൻ അവിടെ വന്നാൽ മതി. വലിയ ഉപകാരം സാറേ. ഞാൻ ഇപ്പൊ തന്നെ സുകുമാരനെ വിളിച്ച കാര്യം പറഞ്ഞേക്കാം. ശരി. ആദ്യമായിട്ടാണ് ഒരു കാര്യത്തിൽ ഉടക്കിടാതെ മോഹനേട്ട സാർ സമ്മതിക്കുന്നത്. എന്ത് പറ്റിയാ എന്തോ. ഇതാര്? ഹലോ, അതെ ഉത്തമനാണ്. എന്ത് ചന്ദ്രൻകുട്ടി? ഒന്നും പറയണ്ട. ഒരേ സമയം ഓഫീസിലെ തിരക്കും വീട്ടിലെ തിരക്കും കൂടി ആകുമ്പോ നമ്മൾ ശ്വാസം മുട്ടി പോവില്ലേ? ഈ പെണ്ണുങ്ങളെ ബുദ്ധിമുട്ടൊന്നും പറഞ്ഞ ആണുങ്ങൾക്ക് മനസ്സിലാവണ്ടേ? എന്ത് ചെയ്യാൻ പറ്റും? ഒക്കെ നമ്മുടെ തലയിലെടുത്ത് പറഞ്ഞാൽ മതിയല്ലോ. ചില സമയത്ത് ഒന്നും കല്യാണേ കഴിക്കണ്ടായിരുന്നു. അതൊക്കെ നിങ്ങളുടെ അമേരിക്കയില് കല്യാണം കഴിക്കാതെ ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്നു. എപ്പോഴെങ്കിലും ഒത്തുപോകാൻ പറ്റുന്നില്ല എന്ന് തോന്നുമ്പോ ടാറ്റ പറഞ്ഞൊരൊറ്റ പോക്കല്ലേ, ഒരു പ്രശ്നവും ഇല്ല. ഇവിടെ അങ്ങനെയാണോ സ്ഥിതി? ഭർത്താവ് എന്തൊക്കെ അക്രമം കാണിച്ചിട്ടുണ്ടെങ്കിലും കളഞ്ഞിട്ട് പോകാൻ ഭാര്യയ്ക്ക് പറ്റില്ലല്ലോ. കഴിഞ്ഞില്ലേ ഇതുവരെ? മോഹനേട്ടൻ ഇപ്പൊ എന്താ വേണ്ടത്? ഷർട്ട് മുണ്ടൊക്കെ ഞാൻ അവിടെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എടുത്ത് ഇട്ടു തരണോ? ചെല്ലു മോനേട്ടാ, ഷർട്ട് മുണ്ട് ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട് സത്യമായിട്ടും. ഈ വിഷ്ണു എന്ന് പറയുന്നവൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങും. മോഹനേട്ടാ. ഹലോ. ആദ്യം ചായക്കായിരുന്നു യുദ്ധം, ഇപ്പൊ ഷർട്ട് മുണ്ട് തേക്കാൻ. അയ്യോ, ഒന്നും പറയാതിരിക്കാ വിഷ്ണു നല്ലത്. ഏതോ ഒരുത്തനെ പഞ്ചാരടിക്കാൻ വേണ്ടി ഷർട്ട് മുണ്ടൊക്കെ നേരത്തെ തേച്ച് വെച്ചേക്കാ. അഹങ്കാരം അല്ലാതെ പറയാന. 2450 രൂപയോ? ഇതൊരു മാസത്തെ ബില്ലാണല്ലോ. ഇവൾ 24 മണിക്കൂറും ഫോൺ വിളിയാണോ? ഇതങ്ങനെ വിട്ടാ പറ്റില്ല. അധ്വാനിച്ചുണ്ടാക്കുന്ന പണം വെറുതെ ധൂർത്തടിച്ചളയുക. ഇത് ഞാൻ സമ്മതിക്കുന്ന പ്രശ്നമല്ല. ഇനി മേലിൽ അവള് മൊബൈലിൽ സംസാരിക്കാൻ എനിക്കൊന്ന് കാണണം. എന്താ ഇതെന്താ? മൊബൈലിന്റെ ബില്ല്. എത്ര രൂപ ഒരു മാസത്തെ ബില്ല്? അതിൽ എഴുതിയിട്ടുണ്ടാവില്ലേ? 2450 രൂപ. നീ ഈ 2450 രൂപയ്ക്ക് ആരെ വിളിച്ചതാ? ആരെ വിളിച്ചാണോ അതിന് തന്നെ എഴുതിയിട്ടുണ്ടാവില്ലേ? ഇവിടെ ഒരു ലാൻഡ് ഫോൺ ഉണ്ട്. അതിന് 2 മാസത്തെ ബില്ല് 500 രൂപയ്ക്ക് താഴെയാണ്. അപ്പോഴാണ് നീ ഈ മൊബൈലിൽ നിന്ന് ഒരു മാസം 2450 രൂപയ്ക്ക് ഫോൺ വിളിക്കുന്നത്. സത്യം പറ, നീ കോടതിയിൽ കേസ് വാദിക്കുന്നത് ഈ ഫോൺ കൂടെയാണോ? എന്റെ മോഹനേട്ടാ, ഞാൻ അത്യാവശ്യം തിരക്കുള്ളൊരു വക്കീലാണ്. എന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് പേരോട് സംസാരിക്കേണ്ടി വരും. എനിക്കും ഒരു ജോലിയുണ്ട്, നിന്നേക്കാൾ വളരെ വലിയൊരു ജോലി. പക്ഷെ അതിന്റെ പേരിൽ 1 രൂപ ഞാൻ ഫോൺ വിളിച്ച് കളയുന്നില്ല. മോഹനേട്ടൻ അതിന്റെ ആവശ്യമില്ല. കാരണം ആവശ്യക്കാര് മോഹനേട്ടനെ വിളിച്ചോളും. എനിക്കത് പറ്റുമോ? പറ്റണം. ഇങ്ങനെ ഫോൺ വിളിച്ച് പണം ധൂർത്തടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മോഹനേട്ടാ, മറ്റുള്ള വക്കീലന്മാരെ വെച്ച് നോക്കുമ്പോ ഇതേ തീരെ കുറവാണ്. വിദ്യാലക്ഷ്മിക്ക് 4000 രൂപയാണ് ബില്ല് വന്നത്. അതിവിടെ നടക്കില്ല. ഇനി നീ ഈ മൊബൈൽ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്റെ ആവശ്യങ്ങളൊക്കെ എനിക്ക് നടത്തണ്ടേ? അതിനായി ഇവിടെ ഒരു ഫോൺ ഉണ്ടല്ലോ. ഞാൻ പോകുന്നിടത്തൊക്കെ അതെടുത്തോട്ട് പോകാൻ പറ്റുമോ? എനിക്ക് മുഴുവൻ സമയം എന്റെ കയ്യിലുള്ള ഫോണല്ലേ വേണ്ടത്. ഇവിടെ ഒരു ഫോൺ ഉണ്ട്, ഓഫീസിൽ വേറൊരു ഫോൺ ഉണ്ട്. അത് മതിയല്ലോ. അത് പോരല്ലോ. യാത്ര ചെയ്യുമ്പോ ഒരാളോട്ട് അത്യാവശ്യമായിട്ട് സംസാരിക്കേണ്ടി വന്നാലോ?
മറ്റുള്ളവർ കേൾക്കാതെ ഒരല്പം മാറുമെന്ന് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ലാൻഡ് ഫോണിൽ സംസാരിക്കാൻ പറ്റുമോ? അതെല്ലാം പോട്ടെ, ഇവിടെ ആകെയുള്ള ആ ജോബോന്റെ കാലത്തെ ഫോണൊന്നും കേടായാലോ. ആ ഫോൺ കേടായപ്പോ മോഹനേട്ടൻ തന്നെ ഭാമേ ഭാമേ ആ മൊബൈൽ ഒന്ന് തരുമോ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ആകെ 1-2 പ്രാവശ്യം. പക്ഷെ അതിന്റെ പേരിൽ നീ ഇനി ഈ മൊബൈൽ ഉപയോഗിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇങ്ങനെ വെറുതെ ചെലവാക്കി കളയാൻ എന്റെ കയ്യിൽ കാശുമില്ല. ഈ ബില്ലല്ലേ ഇതല്ലേ, അത് ഞാൻ അടച്ചോളാം. തീർന്നല്ലേ പ്രശ്നം? മോഹനേട്ടാ, മൊബൈൽ ഉപയോഗിക്കുന്നതനുസരിച്ച് ബില്ല് കൂടും. അതിന്റെ ബില്ല് ഇങ്ങനെ വെറുതെ വഴക്കുണ്ടാക്കാൻ നിക്കല്ലേ. ആ ഉത്തമനാ, ഉത്തമനോട് ഞാൻ അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞാണല്ലോ, പിന്നെ ഇങ്ങോട്ട് വന്നത്. ഇത് എന്നോട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഉത്തമനതാ അപ്പുറത്തുണ്ട്, പോയി ചോദിക്കേ. ചെല്ലു ചെല്ലു ചെല്ലു, പോ പോ പോ. എന്റെ പൊന്നെ, ഇന്നിനി ഈ ബില്ല് പിടിച്ചായ വഴക്ക്. നമസ്കാരമുണ്ട് സാർ. ഫോൺ ചെയ്തപ്പോ ഉത്തമനോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത് ഞാൻ സുകുമാരന്റെ വീട്ടിലേക്ക് വന്നോളാമെന്ന്? പിന്നെ ഉത്തമൻ ഇങ്ങോട്ട് വന്നത്? അതല്ല സാറേ, വേറൊരു പ്രശ്നമുണ്ട്. എനിക്ക് സുകുമാരന്റെ സ്ഥലം അളക്കാൻ സാറിന്റെ കൂടെ വരാൻ പറ്റൂല. സാർ ഒറ്റയ്ക്ക് പോണോന്ന് പറയാനാണ് ഞാൻ വന്നത്. പക്ഷെ സഹായിക്കാൻ ഒരാളില്ലാതെ സ്ഥലമിളക്കാൻ പറ്റില്ലല്ലോ. എന്താ പ്രശ്നം? അല്ല, അത് പറഞ്ഞ ഒരുമാതിരി നാണം കെട്ട പ്രശ്നമാണ്. പിന്നെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടാവാൻ നമ്മളെ ഇടപെടാതിരിക്കാൻ പറ്റൂലല്ലോ. നമ്മുടെ ചെരുപ്പ് നടത്തുന്ന പ്രഭാകരനെ പോലീസ് പിടിച്ചോണ്ടുപോയി. എന്താ പ്രശ്നം? പ്രഭാകരന്റെ ഭാര്യ രേണുകയെ സാറിന് അറിയാമല്ലോ. അവരൊരു പ്രത്യേക ടൈപ്പാണ്. എപ്പോഴും ആണുങ്ങളുമായിട്ട് കൊഞ്ചലും കുഴയലും ഇതൊക്കെയാണ് പരിപാടി. പ്രഭാകരൻ കടയിൽ പോയി കഴിഞ്ഞാൽ രേണുക മുറ്റത്തിറങ്ങി അങ്ങനെ നിൽക്കും. അതുവഴി പോകുന്ന സകല ആണുങ്ങളുമായിട്ട് കൊച്ചു വർത്താനം പറഞ്ഞ് വൈകിട്ട് വരെ സമയം കളയും. പ്രഭാകരൻ പല തവണ പറഞ്ഞു വിലക്കിയതാണ്, പക്ഷേ രേണുക അത് കേട്ടില്ല. കുറച്ചു നാൾ മുമ്പ് പ്രഭാകരൻ ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ച് രേണുക്ക് കൊടുത്തു. അതോടെ റോഡിലിറങ്ങിയിട്ടുള്ള പഞ്ചാരടി നിർത്തി സംഭവം ഫോണിലൂടെയായി. എപ്പോഴും ഫോൺ വിളിയോട് വിളി. കുറെ ആയപ്പോ പ്രഭാകരൻ ഒരു സംശയം. അങ്ങനെ ഇത്തവണ ഫോൺ ബില്ല് വന്നപ്പോ പ്രഭാകരൻ രേണുക അറിയാതെ ആ ഫോൺ ബില്ലെടുത്ത് പരിശോധിച്ചു. ഒരുപാട് കോളുകൾ വിളിച്ചിരിക്കുന്നത് ഒരേ നമ്പറിലാ സാറേ. നോക്കിയപ്പോ പ്രഭാകരൻ ഞെട്ടിപ്പോയി. രാത്രി 11 മണിക്ക് ശേഷം ആ നമ്പറിലേക്ക് രേണുക സ്ഥിരമായി വിളിക്കാറുണ്ട്. പ്രഭാകരൻ രാത്രി 9-9:30 മണിയാകുമ്പോ കിടന്നങ്ങ് ഉറങ്ങും. അപ്പൊ പ്രഭാകരൻ ഉറങ്ങി കഴിഞ്ഞും വീണ്ടും രേണുക ഫോണിൽ സംസാരിക്കുന്നു എന്നുള്ള കാര്യം അവന് ഉറപ്പായി. അങ്ങനെ ഒരു ഫോൺ വിളി ശരിയായിട്ടുള്ള ഫോൺ വിളി അല്ലല്ലോ. പ്രഭാകരൻ ഒരു STD ബൂത്തിൽ കയറി ആ നമ്പറിലോട്ട് വിളിച്ചു. അപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ആ നമ്പർ ആരുടേതാ? ഫാൻസി കട നടത്തുന്ന സുശീലന്റെ നമ്പര്. ഇന്നലെ പ്രഭാകരൻ നേരെ സുശീലിന്റെ കടയിലോട്ട് കയറി അങ്ങ് ചെന്ന് 1-2 പറഞ്ഞ് തർക്കമായി വഴക്കായി. പ്രഭാകരൻ സുശീലിട്ട് ഒരെണ്ണം കൊടുക്കുകയും ചെയ്തു. പ്രശ്നം അവിടെ തീർന്നെന്നാണ് എല്ലാരും വിചാരിച്ചത്. പക്ഷെ സുശീലൻ കൊണ്ടൊന്ന് കേസ് കൊടുത്തു സാറേ. പോലീസുകാർ രാവിലെ വന്ന് പ്രഭാകരനെ പിടിച്ചോണ്ട് പോവുകയും ചെയ്തു. എങ്ങനെയെങ്കിലും പ്രഭാകരനൊന്ന് പുറത്തിറക്കണം സാറേ, അല്ലെങ്കിൽ നാട്ടിൽ മുഴുവൻ സംഭവം പാട്ടാവും. ഇങ്ങനെയൊക്കെയുള്ളൊരു വാർത്ത നാട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ള കാര്യം സാറിന് അറിയാമല്ലോ. അതുകൊണ്ട് എനിക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോണം. സാറിന് ഒറ്റയ്ക്ക് സ്ഥലം ഇളക്കാൻ പാടാണെന്നുണ്ടെങ്കിൽ ഈ അളവ് വൈകിട്ടത്തേക്ക് മാറ്റിയല്ലേ സാറേ? ഉച്ചാമേനൊന്ന് വിളിക്കുക. ശരി, എന്നാ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ സാറേ. ബില്ല് പരിശോധിച്ചാൽ വിളിച്ചതാരാണെന്ന് അറിയാൻ പറ്റും. ഒന്ന് നോക്കിയാലോ? ഇവളാരെയൊക്കെയാണ് വിളിക്കുന്നതെന്ന് അറിഞ്ഞേ പറ്റൂ. പക്ഷെ ഈ നമ്പരൊക്കെ ആരാണെന്ന് എങ്ങനെ അറിയും? ഉത്തമൻ പറഞ്ഞ പോലെ 10 മണി കഴിഞ്ഞിട്ടുള്ള നമ്പർ നോക്കാം. 16-ാം തീയതി 10:40. ഈശ്വര, 21 മിനിറ്റ് സംസാരിച്ചു. അപ്പൊ ഞാൻ ഉറങ്ങിക്കഴിയുമ്പോ ഇവക്കിതാണ് പരിപാടി. 17-ാം തീയതി വീണ്ടും 10:25. 22 മിനിറ്റ്. 2 നമ്പർ ഒന്ന് തന്നെ. ആരായിരിക്കും?
ഇല്ലേ? അപ്പൊ നേരത്തെ പോണെന്ന് പറഞ്ഞിട്ട്? നേരത്തെ പോകേണ്ട കാര്യമില്ല. ഉത്തമൻ പറഞ്ഞ സ്ഥലം വിളക്കൽ മാറ്റിവെച്ചു. അപ്പൊ കാപ്പി കുറച്ച് കഴിഞ്ഞിട്ട് പോരെ? എനിക്ക് കാപ്പി വേണ്ട, ഞാൻ ഇറങ്ങുക. അപ്പൊ നേരത്തെ പോണ്ടെന്ന് ഇപ്പൊ എനിക്ക് പറഞ്ഞു. മനസ്സുള്ള ഞാൻ പോവും. നിന്റെ അടുത്ത് പറഞ്ഞ കാര്യമില്ലല്ലോ. ശരി, അപ്പൊ അത് തന്നെ അങ്ങ് നടക്കട്ടെ. ആ അതെ, ഉത്തമനാണ്. എന്റെ ചന്ദ്രൻകുട്ടി, ഇത് നീ പറയും പോലെ എളുപ്പമുള്ള കേസൊന്നുമല്ല. നിന്റെ ചേട്ട പ്രഭാകര സുശീലിന്റെ കടയിൽ കയറി അവനെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലുന്നതേ നാട്ടുകാർ മുഴുവനും കണ്ടതാണ്. ആ അതൊക്കെ ശരിയാണ്. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ പോയി ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നല്ല സ്വാധീനമുള്ള ആരെങ്കിലും വിളിച്ച് പറയാതെ SI വിക്രമൻ പ്രഭാകരന് വിടയൊന്നുമില്ല, അത് ഉറപ്പാണ്. ഞാൻ ഒന്ന് നോക്കട്ടെ, നീ സമാനായിട്ടിരി. ഓ ശരി 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 ശരി, ഓക്കെ ഓക്കെ. ആ ആ ആ നമസ്കാരം. ഇതിൽ എനിക്കൊരു കോൾ വിളിക്കണം. സാറ് ഈ മൊബൈൽ ഫോണിൽ നിന്ന് വിളിക്കാറ് എന്ത് പറ്റി സാറേ? വീട്ടിലെ ഫോണിൽ നിന്ന് വിളിക്കാൻ പറ്റുന്ന കോളാണ്. എവിടെ? ഇതാണ് നമ്പർ. ഇതാരുടെ നമ്പർ സാറേ? അറിയില്ല, വിളിച്ചു നോക്കിയാലേ അറിയാൻ പറ്റൂ. അറിയാത്ത ആളിനെ വെറുതെ വിളിക്കുന്നത് എന്തിന്? പ്രഭാകരൻ രേണുകയുടെ ബില്ല് പരിശോധിച്ചതുപോലെ ഞാൻ ഭാമയുടെ ബില്ല് പരിശോധിച്ചു. കഴിഞ്ഞ മാസം 16-ാം തീയതിയും 17-ാം തീയതിയും രാത്രി 10:30 മണി കഴിഞ്ഞ് ഈ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ട്. സംസാരിക്കുന്നതിന് 1/2 മണിക്കൂർ എടുത്തു സമയം. വല്ല കക്ഷിയുമായിരിക്കും. ഞാനും ഭാമയും എല്ലാ ദിവസവും 10 മണിക്കൂറാണ്. അത് കഴിഞ്ഞ് ആര് വിളിച്ചാലും ഫോൺ എടുക്കാറില്ല. ഇത് ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ ശേഷം അവൾ വിളിച്ചാണെന്ന് ഉറപ്പ്. ഇതാരുടെ നമ്പറാണെന്ന് അറിയണം. വിളിക്കും. അതൊക്കെ മോശമല്ലേ സാറേ? വക്കീലെങ്ങാനും അറിഞ്ഞ വേണ്ട. പ്രഭാകരൻ സുശീലിന്റെ ഫോണിലേക്ക് വിളിച്ചത് മോശമായിരുന്നോ? രേണു പോലെയാണോ വക്കീല്? പെണ്ണുങ്ങളുടെ മനസ്സ് എപ്പോ എങ്ങോട്ട് ആടുമെന്ന് പറയാൻ പറ്റില്ല. ഇതാരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. മൊബൈലിൽ നിന്ന് വിളിക്കുന്നത് പോലെ അവൾ ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കുന്നുണ്ടാവും. അതുകൊണ്ട് വീട്ടിൽ നമ്പരും അവനറിയാമായിരിക്കും. പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് വിളിച്ചാൽ ആള് പിടികിട്ടു. വിളിക്ക 98 47 0 36 199. ബെല്ലുണ്ട്. സാറ് സംസാരിക്കേ. ഉത്തമ സംസാരിക്കുക. ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും കേൾക്കാം. സ്പീക്കർ ഫോണിലിടാം. ഹലോ ഹലോ, ഇതാരുടെ നമ്പരാ? എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഞാൻ ആരാണെന്നോ? താൻ എവിടുന്ന മര്യാദ പഠിച്ചത്? അതല്ല, ഈ നമ്പറിൽ നിന്നും എന്റെ നമ്പറിലേക്ക് ഒരു കോൾ വന്നു, അതുകൊണ്ടാ. ഞാൻ വിഷ്ണു. ഏത് വിഷ്ണു? ഹലോ, ഭാമയുടെ കൂടെ കോളേജിൽ പഠിച്ചവനാ. ഹലോ, ഇപ്പൊ അമേരിക്കയിൽ നിന്ന് അവധിക്ക് വന്നിരിക്കുക. നീ എന്താ കരുതുന്നത്? ഇത് അമേരിക്കയാണല്ലോ. നീ എന്തിനാണ് മര്യാദയ്ക്ക് കുടുംബം നടത്തുന്ന പെണ്ണുങ്ങളെ വിളിച്ച് ശല്യപ്പെടുത്തുന്നത്? പെണ്ണുങ്ങളെ ശല്യപ്പെടുത്തുന്ന നിന്റെ ഞാൻ ആരെ വിളിച്ചെന്നാ? നീ അഡ്വക്കേറ്റ് സത്യഭാമയെ സ്ഥിരം വിളിക്കാറില്ലേ? എന്താ നിന്റെ ഉദ്ദേശം? ഏത് സത്യഭാമ? വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണൻ സാറിന്റെ ഭാര്യ സത്യഭാമ. മേലിൽ അവളുടെ ഫോണിൽ വിളിക്കുകയോ അവൾ വിളിക്കുമ്പോൾ എടുത്ത് സംസാരിക്കുകയോ ചെയ്താൽ നീ വിവരം മനസ്സിലായോ? ആദ്യം താനാരെന്ന് പറ. ഞാൻ ഒരു വഴിവോക്കെ മനസ്സിലായോ പറഞ്ഞത്? നിനക്ക് ഈ നാട്ടിൽ ആളുകളെ അറിയില്ല. വെട്ടൊന്ന് മുറി 2 എന്നാണ് ഞങ്ങളുടെ പ്രമാണം. മനസ്സിലായോ? ഇനി അവൻ വിളിക്കുന്ന ഇത് കാണണം. അവളോട് നിന്റെ പറയണം. ഇത് മുഴുത്ത ഭ്രാന്തി തന്നെ. മോഹനേട്ടൻ ഇറങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ. പോകുന്ന വഴിക്ക് ഇനി വേറെന്തെങ്കിലും കാര്യമുണ്ടെന്ന് അറിയില്ല. കൃത്യം 10 മണിക്ക് ആഫീസ് വിളിച്ച കിട്ടു സർ. ശരി. പോയില്ലേ? കളക്ടറുടെ PA. എന്താ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. 10 മണിക്ക് വില്ലേജ് ഓഫീസിലെ ഫോണിൽ വിളിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തോ വലിയ പ്രശ്നമാണല്ലോ. ആ ഭൂമിയുടെ വീണ്ടും പ്രശ്നമായോ? ആ ഡയറി നമ്പറാണ്, പെട്ടെന്ന് എടുക്കുക.
PA to കളക്ടർ 984 അയ്യോ സോറി 9847 36 199. എത്ര പറഞ്ഞത്? 9847 361 999. നോക്ക്. ഇത് നോക്കാൻ എന്താ ഉള്ളത്? മോഹനയുടെ തന്നെ എഴുതി വെച്ചിരിക്കുന്നല്ലേ. വിഷ്ണുവർദ്ധൻ PA to കളക്ടർ. നോക്ക്, നമ്പർ കറക്റ്റാ. ഈശ്വര, ഇതാ വിഷ്ണുവാണോ? എന്ത് വേണ്ട? അപ്പോ നിന്റെ മൊബൈൽ ബില്ലിൽ കാണുന്ന നമ്പർ? എന്റെ ബില്ലു? നീ എന്തിനാ കളക്ടർ PA വിളിച്ചത്? അത് മധുരാത്രിയില്. ഞാനാ? ഓ അത് മോഹനയുടെ മറന്നു. കഴിഞ്ഞ മാസം ഈ ഫോൺ കേടായപ്പോ മോഹനയുടെ എന്റെ ഫോണിൽ നിന്ന് കളക്ടറുടെ PA വിളിച്ചില്ലായിരുന്നു. ഭൂമി ഏറ്റെടുക്കുന്നിടത്ത് സമരം ഉണ്ടായി അന്ന് ആ രാത്രിയില് 2 ദിവസം വിളിച്ചു, കുറെ നേരം സംസാരിക്കുകയും ചെയ്തു. മോഹനയുടെ അത് മറന്നുപോയോ? അങ്ങനെ എന്റെ ശബ്ദം മനസ്സിലായി കാണൂ. എന്താണ്? നിന്റെ ബില്ല് ആ നമ്പർ കണ്ട് അതാരെന്നറിയാൻ ഞാൻ ഉത്തമന്റെ ഫോണിൽ നിന്ന് ആ നമ്പറിലേക്ക് വിളിച്ചിരുന്നു. അപ്പൊ അയാള് പറഞ്ഞു വിഷ്ണു ആണെന്ന്. ഞാൻ കരുതി അമേരിക്കയിൽ നിന്ന് നിന്റെ കൂട്ടുകാരൻ വിഷ്ണു ആണെന്ന്. കൂട്ടുകാരനോ? വിഷ്ണുപ്രിയ? അവ കൂട്ടുകാരിയല്ലേ? വിഷ്ണുപ്രിയ. അവളെ പറ്റി ഞാൻ മോഹനോട് എന്തുമാത്രം പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഫോണിൽ നിന്റെ എന്റെയും പേര് പറഞ്ഞുകൊണ്ടാ കളക്ടർ PA ഇങ്ങോട്ട് എന്നെ വിളിച്ചത്. ഇനി ആഫീസ് വിളിക്കുമ്പോ മോഹനട്ടനല്ലാന്ന് പറഞ്ഞേക്ക്. വേറെന്താ വഴി? ഈശ്വരാ, ഇത് അയാളായിരിക്കും. ഞാൻ ഇവിടെ ഞാൻ പോയി. ഹലോ. ആ വക്കീല, ഞാനാണേ. ആ എന്താ ഉത്തമ? പിന്നെ വക്കീല, മൊത്തം പ്രശ്നമായി. മോഹനൻ സാറ് എന്റെ ഫോൺ വാങ്ങി ആരെയോ ചീത്ത വിളിച്ചു. അത് കളക്ടറേറ്റിലെ ഏതോ വലിയൊരു ഉദ്യോഗസ്ഥന്റെ ഫോണായിരുന്നു. ഇപ്പൊ സൈബർ സെല്ലിൽ നിന്ന് ഒരു പോലീസുകാരെ എന്നെ വിളിച്ച് എന്റെ പേരും അഡ്രസ്സും ഒക്കെ ചോദിച്ചു. ഇത് പ്രശ്നമാവും കേട്ടോ വക്കീലെ. എന്നെ പോലീസ് പിടിച്ചാൽ ഞാൻ നടന്നൊക്കെ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ ഭാര്യയും ഭർത്താവും കാരണം എനിക്ക് ജീവിക്കാൻ വയ്യാതായിട്ടേ കാലം കുറെ ആയി. ഹലോ. എന്താ? ഉത്തമ വലിയ താമസമില്ലാതെ അകത്താവും. വലിയ കേസാ. കളക്ടറുടെ PA തന്തയ്ക്ക് വിളിക്കാന്ന് പറഞ്ഞ പിന്നെ എന്താ കേസ്? തന്തയ്ക്കൊന്നും വിളിച്ചില്ല. പിന്നെ അത്രേ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. മര്യാദയ്ക്ക് വിഷ്ണു സാറിനെ വിളിച്ച കാര്യം പറ, ഇല്ലെങ്കിലേ മാനം പോവും. ഭാര്യയുടെ രഹസ്യകാമുകനെ കണ്ടുപിടിക്കാൻ നടക്കുന്ന ബുദ്ധിമാനായ ഒരു ഭർത്താവ്. കൊള്ളാം. സോറി. എന്നോട് സോറി പറഞ്ഞിട്ട് എന്താ കാര്യം? കളക്ടറുടെ PA വിളിച്ച് പറയൂ. ഭാര്യ ആരെയൊക്കെയാണ് വിളിക്കുന്നതെന്ന് പരിശോധിക്കുന്നതും ആ ആളുകളെ ഫോണിലോ അല്ലാതെയോ ഭീഷണിപ്പെടുത്തുന്നതും അന്തസ്സുള്ള കാര്യമല്ല. മോഹനകൃഷ്ണൻ ആള് മാന്യനും സ്നേഹസമ്പന്നനുമാണെങ്കിലും ഇമാതിരി ചില ദോഷങ്ങൾ ആശാന്റെ ചോരയിൽ അലിഞ്ഞു പോയതാണ്. എന്തായാലും കാട്ടിയ വികൃതിക്ക് കിട്ടാനുള്ളത് കിട്ടിയ നിലയ്ക്ക് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.